എല്ലാവർക്കും നമസ്കാരം. ആർദ്രാഭിരാമത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഞങ്ങളിവിടെ ഒരു പ്രാക്ടീസ് സെഷനാണ്. അപ്പോൾ ആർദ്രാമൃതം സീരീസിൽ നമ്മളെല്ലാരും പരിചയപ്പെട്ടതാണ്. പക്ഷെ പരിചയപ്പെടാത്ത ഒരു 2-3 ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഇന്ന് പരിചയപ്പെടാം. ഞാൻ പാർവതി, എൻ്റെ ഇല്ലം മണപ്പള്ളിയാണ്. ഈ ടീമിലുള്ള ശാന്തി എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതലേ ഇവരുടെ പ്രാക്ടീസിന് എല്ലാത്തിനും കാണാറുണ്ട്. പിന്നെ ഒരു 9ാം ക്ലാസ്സിന് ശേഷമൊക്കെയാണ് ഞാൻ ഇതിൽ പാട്ട് പാടാനൊക്കെ വന്നത്. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. തിരുവാതിരക്കളിക്ക് അതിന് A ഗ്രേഡും ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ +1 പഠിക്കുന്നത്. ഞാൻ കൃഷ്ണപ്രിയ, പട്ടാമ്പി മുതുതല ഈക്കാട്ട് ആപ്പയന്മാരാണ്. ഏകദേശം 2 വർഷത്തോളമായിട്ട് ഞാൻ ഗായത്രിയിൽ കളിക്കുന്നുണ്ട്. പണ്ട് മുതലേ ഒരു 10-15 വർഷം മുന്നേ തന്നെ ഇതിലൊരു അംഗമാവണം എന്ന് ഭയങ്കരമായിട്ട് മോഹിച്ചിരുന്നു. പിന്നീട് പല പല സാഹചര്യങ്ങൾ കാരണം അതിന് സാധിച്ചില്ല. വിനോപ്പിളായാലും ശാന്തി ആയാലും ഒക്കെ പണ്ടേ എനിക്ക് അറിയുന്നതാണ്. പക്ഷേ ഇതിനൊരു പ്രചോദനം എന്ന് പറയുന്നത് ശരിക്കും നിഷോപ്പിളാണ്. നിഷോപ്പിളുടെ വാക്കുകൾ, അല്ലെങ്കിൽ കുട്ടി വരൂ, കുട്ടിക്ക് പറ്റും എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ ശരിക്ക് എനിക്ക് വളരെയധികം ഒരു മോട്ടിവേഷനായി. അങ്ങനെ ഞാനിപ്പോൾ ഈ ടീമിൽ ഒരു മെമ്പറാണ്. പല ഒരുപാട് കളികൾ ഇവരുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോജക്റ്റിൽ ഭാഗമാവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഞാൻ ഉമാ വിനോദ്, പാലയിലില്ലത്തെയാണ്. ഞാൻ ഗൾഫിലായിരുന്നു. അപ്പോൾ ഈ ആർദ്രാമൃതത്തിൻ്റെ പല സീരീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഈ ആനപ്പാട്ട് സ്പെഷ്യലായിട്ട് ഞാൻ നോട്ട് ചെയ്തൊരു സാധനമാണ്. അത് കണ്ടപ്പോൾ മുതൽ ഇങ്ങനെ നല്ലോണം ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്ന് ഒറ്റപ്പാലത്ത് സെറ്റിലായി. അപ്പോൾ ബീനെ പരിചയപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവരുടെ കൂടെ ടീമിൽ കുറേശ്ശെ കളിക്കാറുണ്ട്. കുറച്ച് ദിവസമായി നല്ല രസമായിട്ട് പോണു. ഞാൻ ശ്രീജ, വലിയൂന്ന് കാലടി പടിഞ്ഞാറേടത്തെയാണ്. പോസ്റ്റ് ഓഫീസിലാണ് വർക്ക് ചെയ്യണത്. ഗായത്രി നമ്പൂതിരി സഭ ആർദ്രാമൃതം ടീമിന്റെ ശേഷ നാഗേശ എന്ന പാട്ടും കളിയും അതുപോലെ തന്നെ ഇടയ്ക്കും നല്ലൊരു അനുഭൂതിയാണ് എന്നിൽ ഉണ്ടാക്കിയത്. അങ്ങനെ ഞാൻ ഇതിലൊരു ട്രഡീഷണൽ തിരുവാതിരക്കളി എങ്ങനെയാണെന്ന് പഠിക്കാനും അതൊന്ന് കളിക്കാനും വേണ്ടിയിട്ട് ഈ ടീമിലെ തന്നെ പ്രഭേടത്തിയോടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ പ്രഭേടത്തി വഴിയാണ് ഈ ടീമിൽ ഞാൻ വന്നു ചേർന്നത്. ഇപ്പോൾ ആർദ്രാഭിരാമം എന്നൊരു വലിയ സംരംഭത്തിലാണ് ഞങ്ങൾ. അതിൽ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരു ഈശ്വരാധീനമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ദേവിക. ഞാൻ എടക്കളത്തൂർ സ്വദേശിയാണ്. ഏകദേശം ഒരു UP കാലഘട്ടം മുതൽ തിരുവാതിരക്കളി കളിക്കാൻ തുടങ്ങിയതാണ്. അന്ന് എന്നെ തിരുവാതിരക്കളി പഠിപ്പിച്ചത് ഞാൻ പഠിച്ച സ്കൂളായ ശ്രീരാമചന്ദ്ര UP സ്കൂളിലെ അധ്യാപികയായ നിഷ ടീച്ചറാണ്. ഈ കലോത്സവത്തിനൊക്കെ വേണ്ടിയിട്ടാണ് അന്ന് ടീച്ചർ തിരുവാതിരക്കളി പഠിപ്പിക്കുന്നത്. ടീച്ചറുടെ തിരുവാതിരക്കളി ബാച്ചിലെ ആദ്യത്തെ ബാച്ചിലെ സ്റ്റുഡൻറ്റും കൂടിയാണ് ഞാൻ. അങ്ങനെ വർഷങ്ങൾക്ക് ഇപ്പുറം ഇങ്ങനെ ജോലി പഠനമൊക്കെ ആയിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ടീച്ചറുടെ ഒരു കോള് ഉണ്ടായി. അങ്ങനെയാണ് ആർദ്രാമൃതം ടീമിൻ്റെ ഭാഗമായിട്ട് ഞാൻ മാറുന്നത്. അതിനുശേഷം ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ എൻ്റെ ഗുരുനാഥയ്ക്കൊപ്പം നിഷ ടീച്ചർക്കൊപ്പം ഈ ആർദ്രാമൃതം ടീമിനൊപ്പം ഒരുപാട് വേദികളിൽ തിരുവാതിരക്കളി കളിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇന്ന് ഗായത്രി നമ്പൂരി സഭ ആർദ്രാമൃതം ടീമിൻ്റെ വലിയൊരു സ്വപ്നമായ ആർദ്രാഭിരാമം രാമഗാഥകളിലൂടെ എന്ന പുതിയ പ്രൊജക്റ്റിൻ്റെ ഭാഗവും കൂടി ആവുകയാണ് ഞാൻ. എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവണം. നന്ദി.
എൻ്റെ പേര് മാളവിക. ഞാൻ അക്രകുർശിയിലെയാണ്. ഗായത്രി നമ്പൂതിരി സഭയുടെ എല്ലാ കളികളും തന്നെ വളരെ ആരാധനയോടെ തന്നെ പണ്ട് മുതലേ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ടീമിലെ ശാന്തി ഒപ്പിളയാണ് ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. മോഹൻ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ എന്നൊരു വാക്ക് പറഞ്ഞു. അത് കേൾക്കേണ്ട ദിവസം തന്നെ ഞാൻ ഈ ടീമിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ അത് തന്നെ വളരെ ഒരു ഭാഗ്യമായി കരുതുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ടീമിലെ ആദ്യത്തെ ഒരു കളിയാണ് എൻ്റെ. ആർദ്രാഭിരാമം എന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചു. ആ പ്രൊജക്റ്റിലൂടെ എൻ്റെ ആദ്യത്തെ കളി ഈ ടീമിൽ കളിക്കാൻ പോവുകയാണ് ഞാൻ. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ പേര് മേഘ. ഞാൻ മാനാനമ്പറ്റിയാണ്. ഞാൻ ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം തിരുവാതിരക്കളിയിൽ പങ്കെടുത്തിരുന്നു. എ ഗ്രേഡ് ലഭിച്ചു. അപ്പോൾ പ്രൊപ്പോപ്പളാണ് ഞങ്ങളതിൽ പഠിപ്പിച്ചത്. അപ്പോൾ അവരുടെ ഒരു ടീമിൽ ഇതേപോലെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കളിക്കണേ. ഈ വരുന്ന മാർച്ച് 30 ശനിയാഴ്ച തൃശൂർ പൂങ്കുന്നം സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് വൈകുന്നേരം 6 മണിക്കാണ് ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.